അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കടയിൽ വന്നൊരു കസ്റ്റമർ, പുള്ളിക്കാരന് പറ്റിയ ഒരു അബദ്ധമാണ്. അപ്പോൾ പുള്ളി ഉപയോഗിക്കുന്ന വാഹനം ഏതെന്നോ കമ്പനി ഏതെന്നോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു ജർമ്മൻ വാഹനമല്ല, കൂടാതെ ഈ വാഹനമല്ല, അത് ലാൻസറാണ്, എൻ്റെ വണ്ടിയാണ്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയാണ് എഞ്ചിൻ്റെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറ്റിയത്, പുള്ളി കറക്റ്റ് കമ്പനി സർവീസാണ് വണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. 1,60,000 കിലോമീറ്റർ ഓടി. പുള്ളി സർവീസിനെടുത്തപ്പോൾ കമ്പനിയിൽ നിന്ന് പറഞ്ഞത് 4 ഇഞ്ചക്ടറും റീപ്ലേസ് ചെയ്യണമെന്നാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം അത് റീപ്ലേസ് ചെയ്തു. ഏകദേശം 55,000 രൂപ ബില്ല് വന്നു. ഇത് ഈ ഇടയ്ക്കാണ് നമ്മളെ അടുത്ത് പറയുന്നത്. ആ വണ്ടിയുടെ മോഡൽ വെച്ചിട്ടും നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതിൻ്റെ ഇഞ്ചക്ടർ റീപ്ലേസ് ചെയ്യാറായിട്ടില്ല. കാരണം കറക്റ്റ് കമ്പനി സർവീസ് ചെയ്ത വണ്ടിയാണത്. അതുകൂടാതെ തന്നെ വളരെ സർവീസൊന്നും ചെയ്യാതെ ഇങ്ങനെ ഓടാതെ കിടക്കുന്ന വണ്ടിയിൽ പോലും 1,60,000 കിലോമീറ്ററിൽ 1-2 ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് വന്നാലായി. 4 ഒരു സാഹചര്യത്തിലും ഒരുമിച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഡീസൽ വാഹനം കറക്റ്റ് കമ്പനി സർവീസ് ചെയ്യുകയാണ്, ഇഞ്ചക്ടറിൻ്റെ ഒരു ഇഷ്യൂ കമ്പനിയിൽ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുറത്തൊരു കടയിൽ കൊണ്ടുപോയി 4 ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇഞ്ചക്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വലിയ എമൗണ്ടൊന്നും ആവില്ല, 1000 രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ. അതുകൂടാതെ എല്ലാ 1,00,000 കിലോമീറ്ററിലും കറക്റ്റായിട്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുക. അതിൻ്റെ ലൈഫിന്, ഇഞ്ചക്ടറിൻ്റെ ലൈഫിന് ഏറ്റവും നല്ലത് ക്ലീനിങ് ആണ്. അത് 1,00,000 കിലോമീറ്റർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ കമ്പനി മാനുവൽ നോക്കുക, അതിന് നേരത്തെയാണ് പറയുന്നതെങ്കിൽ അപ്പോൾ ചെയ്യുക. അതുകൂടാതെ കറക്റ്റ് ടൈമിൽ ഡീസൽ ഫിൽറ്ററും റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ കമ്പനി 25,000 കിലോമീറ്ററാണ് പറയുന്നതെങ്കിൽ നമ്മൾ 22,000 ചെയ്താലും കുഴപ്പമില്ല, കൂടുതൽ സിറ്റി ഡ്രൈവാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.